പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നമ്മുടെ ചോദ്യോത്തര പങ്ക്തിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക്, നാലാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് അവസരം തന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഷോർട്ടായിട്ടൊരു പ്രയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. അതിന് ആരംഭ ഇൻട്രഡക്ഷന് വേണ്ടി ജോണിക്കുട്ടി പാസ്റ്റർ അതിന് കഴിഞ്ഞ സമയം നൽകുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ജോണിക്കുട്ടി പാസ്റ്റർ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങനെ പുത്രൻ ഞങ്ങളുടെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ വെളിപ്പെടുത്തിയ ആമേൻ വെളിപ്പാടുകൾ അത് ലോകത്തിൽ നാനാഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിലേക്ക് അനേകരിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നിയോഗിച്ചാക്കിയതനുസരിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവ് നാലാമത്തെ എപ്പിസോഡിലേക്ക്, നാലാമത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവ് ദൈവം ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ക്ലാസ് നടത്തുന്ന അങ്ങയുടെ ദാസൻ ആമേൻ മോൻജൻ പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. ഞങ്ങളെല്ലാം ദൈവം അവിടുത്തെ കൃപയിൽ മറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ യൂട്യൂബിൽ കൂടെ നാനാഭാഗങ്ങളിലേക്ക് ആമേൻ ശ്രോതാക്കളായി ശ്രമിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് അവരുടെ ഇടങ്ങളിൽ ഇത് എത്തുമ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിന് ആത്മവിഷയമായി അനുഗ്രഹമായി നന്മയാക്കി ആമേൻ അവരുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വിടുതലായി ഉത്തേജനമായി ദൈവം മാറ്റേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഘട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറക്കുലസ് ലൈഫ് വർഷിപ്പ് സെന്റർ അഥവാ MLWC പ്രയർ ലൈൻ്റെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഇന്നത്തെ ക്ലാസ് നയിക്കുവാനായി കർത്താവിന് നിയോഗിതനായിരിക്കുന്ന പാസ്റ്റർ കെ വർഗീസ്, ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ആദരണീയനായ മോനച്ചൻ പാസ്റ്റർ, മിറക്കുലസ് ലൈഫ് വർഷിപ്പ് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് പാസ്റ്റർ ജോസഫ് വർഗീസ്, നാഷണൽ കോർഡിനേറ്റർ പാസ്റ്റർ ബെഞ്ചമിൻ തോമസ്, കൂടാതെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വിജയകരമായി ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ് വിഷയാധിഷ്ഠിതമായിട്ടുള്ള ചോദ്യോത്തര പങ്ക്തി എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ ഈ ക്ലാസ്സുകൾ നയിക്കുന്ന കർത്താവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത് മുൻപോട്ട് വരവേ ഇന്ന് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തെ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വളരെ സവിസ്തരമായ ഒരു മറുപടി കർത്താവദാസൻ നൽകിത്തരും എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ കഴിഞ്ഞ നാളുകളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വിശ്വസനീയമായ തൃപ്തികരമായ ഉത്തരം തരുവാൻ കർത്താവദാസൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആദരണീയരായ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നിലയ്ക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയവും ഏവർക്കും അനുഗ്രഹപ്രദായകമായിരിക്കും. സംശയ നിവാരണത്തിന് കാര്യമായത് ചിലത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഒരു സവിശേഷ ചോദ്യവുമായി മുൻപോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. മോനച്ചൻ പാസ്റ്ററെ, ഞങ്ങൾക്ക് ഇന്ന് അറിയാനുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ മിക്ക ക്രൈസ്തവ സമൂഹത്തിലും പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതിന്റെ അർത്ഥത്തിൽ മനസ്സിലാകുന്നത് ഒരു വിഷയം തന്നെ അവർ ദിവസങ്ങളായോ മാസങ്ങളായോ ചിലപ്പോൾ വളരെ അപൂർവമായെങ്കിലും വർഷങ്ങളായോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവര് സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടോ?
അതല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരുമോ എങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം, ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദമായ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ അർദ്ധരാത്രിയിലെ സ്നേഹിതന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത്, ഒരു വിഷയം സംബന്ധിച്ച് ദീർഘമായി മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചാൽ, എന്നുവെച്ചാൽ ജൽപ്പനം ചെയ്യുന്നത് പോലെ ഒരു വിഷയം തന്നെ തുടർച്ചയായി ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം മറുപടി തരും. അതുകൊണ്ട് ഇത്ര ദിവസം ഉപവാസം, ഇത്ര ദിവസത്തെ പ്രാർത്ഥന, ഇത്ര നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വിഷയാധിഷ്ഠിതമായി അധരചർവണം ചെയ്തുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി, അങ്ങനെ ആയാൽ ദൈവം മറുപടി തരും എന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരു വിഷയം സംബന്ധിച്ച് ദീർഘമായി ജൽപ്പനം ചെയ്യേണ്ടതുണ്ടോ, അതോ നമുക്ക് ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു തവണ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും, അതിൽ വിശ്വസിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ചയും ഒരു മികച്ച പ്രാർത്ഥനയുടെ രൂപരേഖയും സമയബന്ധിതമായി പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രൂപരേഖയും ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈ ചോദ്യത്തെ അങ്ങയിലേക്ക് കൈമാറുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. 2 ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. 2 ചോദ്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന്, ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, അഥവാ അത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യത്തേത്, അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, യേശു പറഞ്ഞ 11-ാം അധ്യായം ലൂക്കോസ് 11-ന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യത്തിനകത്തേത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെയാണ്. ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി ഇന്ന് പറയാൻ പോയാൽ അതിന്ന് തീരത്തില്ല, ഉള്ള കാര്യം പറയാമില്ല. കാരണം അനേകർക്കുള്ള ഒരു വിഷയമാണ്. ഞാൻ 14 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇന്ന് വരെയും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ചോദിച്ചത്. എത്ര വർഷം? 14 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല. കാരണം മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് സത്യം. അത് ഞാൻ പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്നുള്ളത് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് തെളിയിക്കാം. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകുന്നു. അപ്പൊ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തിനകത്ത് ഞങ്ങൾ ഒരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അത് പ്രസന്റ് ടെൻസ് ആണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ എന്ത് ചെയ്ത് കഴിഞ്ഞില്ല, തീർന്നില്ല, പ്രാർത്ഥിച്ച് നിർത്തിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ആൾ എന്ത് ചെയ്തില്ല, വിശ്വസിച്ചില്ല. ആ ആളിന് മറുപടി കിട്ടുമോ? ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞേ. ഒരു സാധ്യതയുമില്ല. അപ്പോൾ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ ഞാൻ ആരാണെന്നും ആരോട് പ്രാർത്ഥിക്കുന്നുവെന്നും, ഉദാഹരണത്തിന് നമുക്കെല്ലാം കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ട്. എനിക്ക് കർത്താവിൻ്റെ ദാസൻ ബെഞ്ചമിൻ പാസ്റ്ററും മക്കളും കൊച്ചുമക്കളും ഉണ്ട്. നമ്മുടെ മറ്റേ ദേവദാസന് കൊച്ചുമക്കളായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കൊച്ചുമക്കളുണ്ടോ കർത്താവിൻ്റെ ദാസനെ? ജോസഫ് പാസ്റ്റർ? ആർക്കും ഇല്ല.
ഓക്കെ, ഇല്ല. നമുക്ക് രണ്ടുപേർക്കും ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ മക്കളാണെന്നുണ്ടെ ചോദിച്ചാല് കൊടുത്തില്ലെങ്കിൽ അത്രയും വലിയ കുഴപ്പമില്ല. പക്ഷെ കൊച്ചുമക്കൾ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരിയാ ശരിയാ. ഇന്നലെ ഞങ്ങൾ കടയിൽ പോയി. പുള്ളി അതിനകത്തിലെ ഒരു സാധനം എടുത്തു, ഇങ്ങനെ ഏക്ഷത്തി വെച്ചുകൊണ്ട് നടക്കുക സ്റ്റോറിൽ കൂടെ. നിന്നെ വണ്ടിയിൽ ഇരുത്താന്ന് പറഞ്ഞു. എനിക്ക് വണ്ടിയിൽ ഇരിക്കണ്ട, വണ്ടിയിൽ ഇരുന്നാൽ അവന് കൈ എത്തുന്ന സാധനത്തെല്ലാം ചെല്ലാൻ പറ്റത്തില്ല. അതവൻ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പം പിന്നെ പുള്ളി കൈ കിട്ടുന്ന സാധനം പറക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിലത്തൂടെ നടന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പം മക്കളോടാണെന്നെ പറയാം അതെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം കൊച്ചുമക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം. അപ്പം അവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മ എത്ര അധികം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചോദിക്കാനും വിശ്വസിക്കാനും ഒക്കെ പഠിക്കണം. അത് നമ്മുടെ ഇടയിൽ അത് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് വേറൊരു ദിവസം അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാം. വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്കത് മനസ്സിലാകത്തില്ല. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ പോയെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു കാര്യം പല പ്രാവശ്യം പ്രാർത്ഥിക്കാറില്ല. പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. ഇപ്പം ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സാക്ഷ്യം കേട്ടു. ഒരു സഹോദരിയുടെ 10ാമത്തെ വയസ്സിൽ ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്നെ ഞാൻ അമേരിക്ക വിടും എന്ന് പറഞ്ഞു. ഈ സഹോദരി 10ാമത്തെ വയസ്സിൽ ആ ഒരു പേപ്പറിൽ എഴുതി ഈ പുസ്തകത്തിനകത്ത് വെച്ചു. ഈ പുള്ളിക്കാരത്തി ഡെയിലി, അപ്പൊ പുള്ളിക്കാരത്തിയുടെ പ്രാർത്ഥനാ വിഷയം എന്തുവാ? അമേരിക്ക. ഒരൊറ്റ ലക്ഷ്യമാണ്. പ്രാർത്ഥന മുഴുവനും, ഉപവാസമായാലും പ്രാർത്ഥനയായാലും എല്ലാം അമേരിക്ക 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 എന്നുള്ളതാണ്. പ്രീഡിഗർ വരെ പഠിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ പറ്റിയില്ല, മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ച ആളും അമേരിക്കക്കാരനല്ലായിരുന്നു. അവിടുന്ന് പോകാൻ നീന്തിച്ച് പറ്റിയില്ല. പുള്ളിക്കാരത്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ കഥകളൊക്കെ പറഞ്ഞ് കർത്താവിനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് രോഗങ്ങളിൽ കൂടി പോയി, ഒരുപാട് പ്രതികൂലമുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് നിങ്ങളെ രോഗങ്ങളിലൂടെ നടത്തുന്ന ആളാണോ? അല്ല. അപ്പം രോഗങ്ങളിലൂടെ കർത്താവ് എന്നെ നടത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് വിരോധമായിട്ടാണ് സാക്ഷ്യം പറയുന്നത്? കർത്താവിന് വിരുദ്ധമായി. ദൈവത്തിന് വിരോധം. ഇത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം എടുത്താട്ട്. അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. ഓക്കെ, അപ്പം ഈ സഹോദരിയുടെ കുറ്റം പറയുമല്ല, സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിനകത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പബ്ലിക്കിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇവര് ഗൾഫിൽ പോയി. അപ്പൊ അമേരിക്കയാണ് ലക്ഷ്യം. ഇവിടുന്ന് ഏതോ ഒരു ഉപദേശി അവിടെ ചെന്നപ്പം ആ ഉപദേശിയും പറഞ്ഞു, എനിക്കറിയാവുന്ന ഉപദേശി തന്നെയാണ്, ഡാളസിലുള്ള ഉപദേശിയാണ്. ആ ഉപദേശി പറഞ്ഞു, നീ അമേരിക്ക പോകും. അപ്പൊ പുള്ളിക്കാരത്തി അമേരിക്ക എന്ന് വിട്ടിട്ടില്ല. ഒടുവില് ഈ അബ്രഹാമും സാറായും കൂടെ ചെയ്ത പണി അറിയാമല്ലോ. അറിയാം. പറഞ്ഞു മകളെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നുണ്ടെങ്കിൽ 10 വർഷം വരെ കാത്തിരുന്നു. കുഞ്ഞിനെ കിട്ടിയില്ലെന്ന് കണ്ടോടനെ വളഞ്ഞ വഴി ചിന്തിച്ചു എന്ന് പറഞ്ഞ മാതിരി നമുക്ക് വിസിറ്റിങ്ങിലൂടെ നമുക്ക് അവിടെ പോകാം. അത് പഠിക്കാനെന്ന രൂപേണ പോകാം.
അതിനു വേണ്ടിയുള്ള കുലുമാലുകളൊക്കെ ഒപ്പിച്ചു. അപ്പൊ പലവിധമായ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഓരോരുത്തൻ എന്താണ് പരീക്ഷിക്കപ്പെടുമ്പോ സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ചിട്ട് വശീകരിക്കപ്പെടുത്താവുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പുഴുത്തിട്ട് മരണത്തെ. ഈ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. കാരണം അവിടെ വന്നു, പിന്നെ ഇവിടുന്ന് പിന്നെ ഒപ്പിച്ചെടുത്തു, പിന്നെ അവിടെ പോയി, പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ വന്നു. പലവിധമായ പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. എല്ലാം നടത്തി വിട്ടത് ആരാന്നാ പറയുന്നത്? ദൈവം. ഇതിന്റെ എല്ലാം ഉത്തരവാദി ആരാ? ദൈവം. കാരണം പിന്നെ അതിനുശേഷം പിന്നെ വേറൊരു പ്രവാചകൻ പാസ്റ്റർ വേറെ ഇവിടെ വന്നു കഴിഞ്ഞോണ്ടേ ആ പാസ്റ്ററെ എനിക്കറിയാവുന്ന ഡാളസിലുണ്ടായിരുന്ന എൻ്റെ പാസ്റ്ററായിട്ടിരുന്ന ഈ പുള്ളിയും പ്രവചിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഇത് സാക്ഷ്യത്തിനകത്ത് മിക്കവാറും ആൾക്കാർ പറയുന്ന ഒരു ഭാഷയാണ്, കർത്താവ് എന്നെ പ്രശ്നത്തിലൂടെ കടത്തിവിട്ടു. ആ ഇന്നലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഒരു സഹോദരി ചോദിച്ചു, കൂരിരുൾ താഴ്വരയിൽ നടന്നാലും കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ഞാൻ ചോദിച്ച ആര് നടന്നാല്? അത് പറയത്തില്ല. ആര് നടന്നാലും എഴുതി ഒന്ന് വായിച്ചാണ് അതിലെങ്ങനെ എഴുതിയിരിക്കുന്നെന്ന്. നിന്നെ നടത്തിയതാണോ നീ നടന്നതാണോ? ഞാൻ നടന്ന. ആ 23-ാം സങ്കീർത്തനം 23:4. കൂരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പൊ ആരാ നടക്കുന്ന കൂരിരുൾ താഴ്വരയിൽ കൂടി? ഞാൻ. അപ്പൊ അവൻ എന്നോടുകൂടെ ഇരിക്കുന്നതാണോ നിന്റെ കുഴപ്പം? കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുന്നത് നിന്നെ സഹായിക്കാനാ. അതിന് കർത്താവ് നടത്തിയ നല്ലല്ലേ പറയേണ്ടത്? ആണോ? അല്ല, ഞാൻ നടന്ന. ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് നന്മ എത്ര അധികം തരുമെന്നല്ലേ കർത്താവ് പലരും പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവ് നിങ്ങളെ ദോഷങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ നടത്തുമോ? ഇല്ല. അത് നമ്മൾ ആദ്യം തന്നെ പെന്തക്കോസുകാരായിരിക്കുന്നവര് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ദൈവമക്കളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്നോട് ഒരാള് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്തെടുക്കണം, ഒരു ദൈവിക വിഷയമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ പലരോടും പറഞ്ഞു, ആരും ചെയ്തില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ പ്രോജക്റ്റ് എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. എൻ്റെ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പൈസ നോക്കാറില്ല, ഞാൻ പണം നോക്കാറില്ല. ഞാൻ ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങനെ പോകുന്നുവെന്നോ എങ്ങനെ ചെലവാകുന്നുവെന്നോ ഒന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ആരാ? ദൈവം. അതിന് എനിക്ക് താഴെയൊന്നും ഞാൻ ചോദിക്കാറുമില്ല. എനിക്കൊരു മോഹവുമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഈ വർഷം എന്നാണെന്ന് തീരുമാനിച്ചില്ല, മിക്കവാറും 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും. ആഫ്രിക്കയിൽ 2 രാജ്യങ്ങളിൽ പോകാനായിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. ഒന്ന് ഘാനയിൽ. നിങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ഇടുന്ന, ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ. അത് പ്രസംഗിക്കുന്നത് ഒരു ഘാനക്കാരൻ്റെ ഒരു പാസ്റ്ററിന്റെ ചർച്ചിലാണ്. അദ്ദേഹമാണ് ഇത് എല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചർച്ചിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലും പിന്നെ നൈജീരിയയിലും എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു അവിടുത്തുകാരനൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചിലും ഒക്കെയാണ് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 2 ആഴ്ചത്തെ പ്രോഗ്രാം ആയിരിക്കും. പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം എന്നെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? വിടുന്നുണ്ട്, പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിക്നിക്കിന് പോയിട്ടില്ല. എന്തിനു പോയിട്ടില്ല? പിക്നിക്കിന്. പക്ഷെ എന്നെ കർത്താവ് പിക്നിക്ക് പോലെ ഒരുപാട് രാജ്യങ്ങളിൽ വിട്ടിട്ടുണ്ട്, പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് കാഴ്ചയിലൊന്നും വലിയ മോഹങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് പഠിക്കണം. ആമേൻ. ഒരാള് പ്രാർത്ഥിച്ചത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പ്രാർത്ഥിക്കുന്നൊന്നുമില്ല വാസ്തവത്തിൽ.
എന്നാലും പ്രാർത്ഥിച്ചതൊന്നും കാണിക്കാം ഞാൻ. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. താങ്ക് യു. നിങ്ങളുടെ എല്ലാം ചിന്തയെ തെറ്റിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പോവാം. ഇതുവരെ പഠിച്ചു വെച്ചതിനെക്കാട്ടിൽ ഒരു വേറെ ചിന്ത. ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഹന്നയ്ക്ക് മറുപടി കൊടുത്തത്? ഏലിയുടെ പ്രാർത്ഥന. അനേകർ പറയുന്നത് ഹന്നയുടെ പ്രാർത്ഥനയ്ക്കാണ്, അല്ലേ? ഏലി പറഞ്ഞതുകൊണ്ടാണ് ദൈവം അവളെ ഓർത്തു എന്ന് കേട്ടു, അല്ലേ? അതെ. ഈ ഏലി എന്തോ പറഞ്ഞതേ ഉള്ളൂ, നീ സമാധാനത്തോട് വിടുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ഈ പ്രാർത്ഥനയുടെ നീളവും വീതിയും ഉയരവും ആഴവും എത്ര ദൂരമുണ്ട്? ആ 1/2 മിനിറ്റേ ഉള്ളൂ. അത്ര നേരമുണ്ട്, 1/2 മിനിറ്റ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച മറുപടിയായിരുന്നു കിട്ടിയത്, ആണോ? പക്ഷേ ഈ പ്രാർത്ഥന ഏലി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്, അധികാരത്തോടെ പറയുകയാണ് ചെയ്തത്. അധികാരത്തോടെ പറയുകയാണ് ഒരു പുരോഹിതൻ. ഇനി അതിന്റെ 2-ാമത്തെ അധ്യായം എടുത്ത് വായിക്കാം. അതിന്റെ 19, 20 വാക്യം വായിച്ചാണ്. 21 വാക്യം വരെ, 19 മുതൽ 21 വരെ. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിക്കുവാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനയെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ തന്നെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഇവിടെ ഹന്ന എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? ഇല്ല. എൽക്കാന പ്രാർത്ഥിച്ചോ? ഇല്ല. ഇല്ല. ഏലി പുരോഹിതൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ. ഒരു അനുഗ്രഹത്തിന്റെ വാക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. ഇതേപോലെയുള്ള പ്രാർത്ഥനയാണ് ആര് പ്രാർത്ഥിക്കേണ്ടത്? അതിന് ലംബ ചൗട പ്രാർത്ഥനയൊന്നും
ആവശ്യമില്ല. രാവെളുപ്പോളം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു ആളിന് സുഖമില്ല. എന്നോട് വേറൊരു പ്രേരണയിലുള്ള എൻ്റെ പാസ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നാളെ വിളിക്കണ്ട, ഞാൻ തന്നെ പിറ്റേ പ്രേരണയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു. എന്തോ ഓരോ വിശേഷം പറഞ്ഞു. എൻ്റെ മകന് ഇവിടെ ഒരു സർജറി, ഹാർട്ടിൻ്റെ സർജറി ഒക്കെ നടന്നായിരുന്നു. എന്താണ്, അത് കഴിഞ്ഞ് അവന് ജോലി ചെന്ന് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെല്ലുമ്പോൾ മാത്രം സ്വല്പം പ്രയാസങ്ങൾ, അതേസമയം വീട്ടിൽ വരുമ്പോൾ വലിയ ഒരു പ്രയാസവുമില്ല. വല്ലാത്ത പ്രശ്നം. നാട്ടിലൊരു പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഉപവസിക്കാം, നിങ്ങളും ഉപവസിക്കുക, അവനും ഉപവസിക്കട്ടെ, നമുക്ക് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. എന്നോട് ചോദിച്ചു, മോനിച്ചൻ പാസ്റ്റർ